പായസത് പായസമായില്ലേ? മാങ്ങ പായസം അച്ചാറുണ്ടാക്കാൻ നോക്കിയതേന്, പക്ഷെ അത് മാങ്ങ പായസം പായസം ആയിപ്പോയി. അല്ല നമുക്കത് പുളിഞ്ച് പോലെ ഉപയോഗിക്കാം. അച്ചാ എന്നാ ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് അടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അടുപ്പത്തിൽ അരച്ചില്ലെങ്കിൽ പണി വെക്കണ്ടേ. ഇതാണ് നമ്മുടെ ഐറ്റം. നോക്ക് അടിക്കപ്പാട്ട് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ മോഡൽ അച്ചാർ. പായസം അച്ചാർ എന്നാണ് ഇതിന് പറയാം. വേണ്ടവർ ബുക്ക് ചെയ്യട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ അച്ചാർ പായസം ഇവിടെ റെഡിയാണ്. ഞാൻ യൂട്യൂബിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. സിമ്പിൾ ആണെങ്കിലും രുചിക്കൊട്ടും കുറവൊന്നുമില്ല കേട്ടോ. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണേ. വന്നപ്പോൾ പായസം കുഴപ്പമില്ല കേട്ടോ. ടി വിൻ്റെ മൂട്ടുന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വലിയ റെസിപ്പി ഒന്നുമില്ല. കുറച്ച് കരിവേപ്പില, ഒരു മാങ്ങ, പിന്നെന്താ വറ്റൽമുളക്, വെളുത്തുള്ളി, പിന്നെ ഉലുവ. കടുക് ഉണ്ടെങ്കിൽ കടുക് ഇട്ടോളി. ഞാൻ വലിയ കടുകൊക്കെ ഇട്ട് ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ വന്നപ്പോൾ കടുകില്ല. അപ്പം നമ്മൾ ഉലുവയിൽ പിടിച്ചു ഗൈസ്. അപ്പം ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കഴിച്ചാൽ ചൂടാറ്റണം കേട്ടോ ഗൈസ്. എനിക്ക് ചെറിയ സങ്കടമുണ്ട്. ഫസ്റ്റ് ആദ്യത്തെ റെസിപ്പിനെ പായസമായിട്ട്. അച്ചാർ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കിയൊരു സാധനമായിരുന്നു, പക്ഷെ അതിങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ന്യൂ അച്ചാർ ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കട്ടോ. വേണ്ടവർ പറഞ്ഞാൽ മതി, നമ്മൾ സെറ്റാക്കി തരും. വെറുതെ പറഞ്ഞ കേട്ടോ, അച്ചാരും പറയരുത് അവിടെ ബിസിനസ്സൊന്നും. പിന്നെ പഞ്ചസാര ഇടണം. അടിപൊളി. അതടി വെച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒറ്റക്ക് തിന്നല്ല, ഒരു ടേസ്റ്റ് ചെയ്ത്. ചൂടുണ്ടേ.